മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോമനിച്ചല്ലോ, വൈരിയൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. നാം കഴിഞ്ഞ ചില നാളുകളായി 1 തിമോത്തിയോസ് 4 അധ്യായത്തിൻ്റെ ഓരോരോ വാക്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലതെന്ന് കണ്ടു എന്നുള്ളതാണ് നാം ചിന്തിച്ചിരുന്നത്. അത് മനുഷ്യന് എത്രത്തോളം ഉപകാരപ്രദമായി തീരുന്നുണ്ട് എന്നുള്ള കാര്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 1 തിമോത്തി 4 അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളാണ്. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെ സതുപദേശത്തിൻ്റെ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴിവ് കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഇവിടെ നല്ല ശുശ്രൂഷകനെ കുറിച്ചുള്ളതായ കാര്യമാണ് നമ്മൾക്ക് അടുത്തതായിട്ടും മനസ്സിലാക്കാനും പഠിക്കാനായിട്ടും ഇടയായിത്തീരേണ്ടത്. ഒരു നല്ല ശുശ്രൂഷനെ സംബന്ധിച്ചുള്ള പഠിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ബി എ ഗുഡ് മിനിസ്റ്റർ, നമ്മളൊരു നല്ല ശുശ്രൂഷകനായി തീരണം. ദൈവത്തിന് മക്കളും പ്രിയ മക്കളും ഉള്ളതുപോലെ കർത്താവിന് ശുശ്രൂഷകന്മാരും നല്ല ശുശ്രൂഷകന്മാരുണ്ട്. നല്ല ശുശ്രൂഷകൻ്റെ ഒന്നാമത്തെ ലക്ഷണം അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ സഭാ വിശ്വാസികളെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്നതായ ഉത്തമന്മാരായിരിക്കണം ശുശ്രൂഷകന്മാർ എന്നുള്ള വാക്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സഹോദരന്മാർ എന്ന് എഴുതിയിരിക്കുന്നത് സഭാവിശ്വാസികളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ വിശ്വാസികൾക്ക് വിശ്വാസ സത്യങ്ങൾ അത് എണ്ണം തിരിച്ച് എന്ത് ചെയ്യണം, കൂടെ അത് ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യം ഉറച്ചു നിൽക്കുന്നവർ എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് 2 പത്രോസ് 1 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇച്ഛിക്കുന്നത് എന്തെന്നാൽ എന്ന് യൂദായുടെ ലേഖനം 5 വാക്യത്തിലും നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനകൾ ഓർത്ത് കൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു എന്ന് 2 പത്രോസ് 3 2 വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അത് നാം എന്ത് ചെയ്യണം, മനസ്സിലിരുത്തി വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ മന്ദതയുള്ളവർ നമുക്കറിയാം ധാരാളമാണ്. അതുകൊണ്ട് മന്ദതയുള്ളവരെ പഠിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മന്ദതയുള്ളവർ ധാരാളമാണ്. ആകയാൽ തിരുവചന സത്യങ്ങൾ കൂടെ ഓർപ്പിച്ചുണർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത അപ്പോസ്തലനായ പത്രോസ് അത് പറയുകയാണ്. അപ്പോൾ നാം നല്ല ശുശ്രൂഷകന്മാരായിരിക്കണം. നല്ല ശുശ്രൂഷകന്മാർ തങ്ങളുടെ സഭാംഗങ്ങളെ
ദാസന്മാരായിട്ട് സഹോദരന്മാരായിട്ടത്രേ കാണുന്നത്. സഹോദരന്മാരെ ഗ്രഹിപ്പിക്കുക എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. നല്ലവരും വിശ്വസ്തനുമായ ദാസൻ എന്ന പേരിന് നല്ല ശുശ്രൂഷകന്മാർ ഒരു ദിവസം അർഹരായിത്തീരും. തിമോത്തിയോസ് അത് ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 തിമോത്തി 2:1. അപ്പോൾ നല്ല ശുശ്രൂഷകന്മാരാകുവാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ ഇടയലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ബി എ ഗുഡ് മിനിസ്റ്റർ, അതായത് 1 തിമോത്തി 4:6 വാക്യത്തിലാണ്. എന്നാൽ 1 തിമോത്തി 3 15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ബി ആൻ എക്സാമ്പിൾ. നമ്മൾ ഈ 1 തിമോത്തി 4:12 വാക്യം 1 തിമോത്തി 4:12 വാക്യത്തിൽ വായിക്കുന്നത് വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അവിടെ ബി ആൻ എക്സാമ്പിൾ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നാം താഴോട്ട് പഠിച്ചു വരുമ്പോൾ 2 തിമോത്തി 2:3 ബി എ ഗുഡ് സോൾജിയർ, നല്ലൊരു പടയാളിയായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ദൈവദാസനെ സംബന്ധിച്ച് 3 കാറ്റഗറിയിലായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. 1, ദൈവദാസ നീ ആരാണ്? നീ ഒരു ഗുഡ് മിനിസ്റ്ററാണ്. ബി എ ഗുഡ് മിനിസ്റ്റർ, നല്ലൊരു ശുശ്രൂഷകനായിരിക്കണം. അതിനുള്ള ക്വാളിറ്റികളൊക്കെ ഉണ്ട്. നമുക്കത് ദൈവം അനുസരിച്ചാൽ പുറകാലം അത് ചിന്തിക്കാൻ സാധിക്കും. 2, ബി ആൻ എക്സാമ്പിൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കണം. എല്ലാത്തിനും നമ്മുടെ കർത്താവ് മാതൃകയായിരുന്നല്ലോ. അതുപോലെ തന്നെ കർത്താവിനെ പ്രസംഗിക്കുന്നവരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകളൊക്കെ മറ്റുള്ള മുമ്പാകെ ഒരു മാതൃകയായിരിക്കണം. മാത്രമാണോ പൗലോസ് തിമോത്തിയോസിന് പറയുന്നത് നീ ഒരു നല്ല സോൾജിയർ ആയിരിക്കണം. ബി എ ഗുഡ് സോൾജിയർ. അപ്പോൾ ആ കാര്യം 2 തിമോത്തി 2:3 വാക്യത്തിൽ പറയാം. അപ്പോൾ നല്ല ശുശ്രൂഷകൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സദുപദേശത്തിൻ്റെ വചനത്താൽ സ്വയം പോഷിപ്പിക്കപ്പെടുന്നവനായിരിക്കണം എന്നതാണ്. അപ്പോൾ ക്രിസ്തീയ പരിജ്ഞാനത്തിൽ വളരാനും സ്വയം പോഷണം ലഭിക്കാനുള്ള ആവശ്യകത സകല ശുശ്രൂഷകന്മാർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വയം വയറ് നിറയാത്തവന് മറ്റൊരാളെ എങ്ങനെ വയറ് നിറയ്ക്കാൻ കഴിയും? അല്ലെങ്കിൽ സ്വയം പോഷണം ലഭിക്കാത്തവൻ മറ്റുള്ളവരെ എങ്ങനെ പോഷിപ്പിക്കും? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് പ്രയോജനമുള്ള ഒന്നും മറച്ചു വയ്ക്കാതെ എന്ത് ചെയ്യണം? അത് കൂട്ടുവിശ്വാസികളെ പഠിപ്പിക്കണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 20:27 വാക്യം നോക്കാം. അവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അവരെന്ത് ചെയ്തു? ജനത്തെ അറിയിക്കേണ്ടതാകുന്നു. അപ്പോൾ സദുപദേശങ്ങൾ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ദുരുപദേശങ്ങൾക്കെതിരായിട്ട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? വിജയിക്കുക. അങ്ങനെ അത് ശുശ്രൂഷ വളരെ ഉത്സാഹത്തോടെ അതൊരു ദൗത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. തിരുവചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ഭോജനമാണ്. യിരെമ്യാ 15:16 വാക്യത്തിലും മത്തായി 4:14 ഇയ്യോബിൻ്റെ 23:12 വാക്യത്തിൽ 1 പത്രോസ് 2:2 അത് നമുക്ക് കാണാണ്ട് കഴിയും. അതെന്താണ്? തിരുവചനം നമ്മുടെ ആത്മീയ ഭോജനമാണ്. യിരെമ്യാ പറഞ്ഞു തരാൻ അത് കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ അല്പം വളരെ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ആ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് തിരുവെഴുത്തിനെ ആഹരിക്കുന്നവരായി തീരുവാനിടയായി തീരണം. ഈ ആത്മീയ ഭോജനത്താലുള്ള പോഷണം സാമാന്യ വിശ്വാസികൾക്ക് ആവശ്യമെങ്കിൽ ഒരു ശുശ്രൂഷൻ അതെത്ര അധികമാണ്. അപ്പോൾ വിശ്വാസികളോട് പ്രസംഗിക്കാൻ മാത്രമല്ല ശുശ്രൂഷ എന്ത് ചെയ്യണം? വചനം ധ്യാനിക്കേണ്ടത് ആദ്യം സ്വയം പോഷിപ്പിക്കപ്പെടണം, പിന്നീട് ജനത്തെ പോഷിപ്പിക്കണം. അതത്ര ശരിയായ ഒരു പഠന രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഈ പഠനം അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കരുതിയാണ്. ദൈവം എന്ന് വെച്ചാൽ ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ള മുമ്പിൽ എക്സാമ്പിൾ, ഒരു ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് തീരാൻ കഴിയുന്നത്, എങ്ങനെയാണ് നല്ല സോൾജിയറായി തീരാൻ, നല്ലൊരു പടയാളിയായി തീരാൻ കഴിയുന്നത്, ഇത്യാദി കാര്യങ്ങൾ ദൈവമനുഷ്യാൽ തുടർന്നുള്ള ദിവസങ്ങളിലും പഠിക്കാം. ഇന്നത്തെ പഠനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് കരുതുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും
വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മാനവരിൻ സ്നേഹം മാറിടും നേരം മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തീരുമേ താൻ ഉന്നത സന്നിധാനത്തിൽ. താൻ നല്ലവൻ